വിവിധ തരത്തിലുള്ള അംഗവൈകല്യം ബാധിച്ചവരെ ഓർക്കുവാനും അവരുടെ ജീവിതത്തിന്റെ അപൂർണതകളെയും ശരണാവസ്ഥയെയും ഓർക്കുവാനും ലോകം സമർപ്പിച്ച ദിവസമാണ് ഡിസംബർ 3, അതായത് ലോക ഭിന്നശേഷി ദിനം എന്നുള്ളത്. ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ആയ ബലഹീനത ഉള്ളവരും ഇത്തരം ബലഹീനത വിവിധ പ്രതിബന്ധങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നത് കാരണം മറ്റുള്ളവർക്കൊപ്പം തുല്യ അളവിൽ സമൂഹത്തിൽ പൂർണ്ണമായും ഗുണപരമായും ഇടപെടലുകൾ നടത്തുവാൻ കഴിയാത്തവരെയാണ് UNCPRD, അതായത് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഫോർ ദി റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന അന്താരാഷ്ട്ര കൺവെൻഷൻ ഭിന്നശേഷിയുള്ളവരെ നിർവചിക്കുന്നത്. ഭിന്നശേഷിയെ സംബന്ധിക്കുന്ന ഒരു അന്താരാഷ്ട്ര കൺവെൻഷൻ ആണ് UNCPRD. 2006 ഡിസംബർ 13 ഇത് അംഗീകരിക്കുന്നത്. 2008 മെയ് 3 ഉടമ്പടി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഉടമ്പടി 158ഓളം ലോകരാജ്യങ്ങൾ ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ജനസംഖ്യയിൽ 13 മുതൽ 20 കോടിയോളം വരുന്ന വലിയ ജനവിഭാഗം ഭിന്നശേഷിക്കാരാണ് എന്നതാണ് കണക്ക്. എന്നാൽ രാജ്യത്തെ പൊതുമേഖലാ തൊഴിൽ രംഗത്ത് വെറും 1% മാത്രമാണ് ഭിന്നശേഷിക്കാരുടെ പ്രാതിനിധ്യം. 3% ജോലി ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്യുന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ നിലനിൽക്കുന്നത്. പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോഴും ഒപ്പം നിർത്തുവാൻ ആരുമില്ലാത്ത ദുരവസ്ഥ. സമൂഹത്തിന്റെ സഹതാപത്തേക്കാൾ അഭിമാനകരമായ നിലനിൽപ്പാണ് ഓരോ ഭിന്നശേഷിക്കാരനും ആഗ്രഹിക്കുന്നത്. സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെയും പിന്നിൽ ഉപേക്ഷിക്കാതെ ഒപ്പം ചേർത്ത് നിർത്തുവാൻ ഈ ഭിന്നശേഷി ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ ചെറിയ വൈകല്യങ്ങൾക്കപ്പുറം ഇവരിലെ കഴിവുകൾ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ഭിന്നശേഷി ദിനാചരണങ്ങളും ബോധവൽക്കരണങ്ങളും പതിവായി നടക്കുന്നുണ്ടെങ്കിലും ശാരീരികവും മാനസികവുമായ പരിമിതികൾ മൂലം സമൂഹത്തിൽ ഇന്നും അവഗണന അനുഭവിക്കുന്നവരാണ് ഇവർ. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി നിരവധി പദ്ധതികൾ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇത്തരം പദ്ധതികളും സേവനങ്ങളും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ലോക ആരോഗ്യ സംഘടന 1981 ആദ്യമായി ലോക ഭിന്നശേഷി വർഷമായി ആചരിക്കുന്നത്. പിന്നെ എല്ലാ ഡിസംബറിലും 3-ാമത്തെ ആഴ്ച ആചരിക്കുകയായിരുന്നു. പിന്നീട് എല്ലാ വർഷവും ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കാൻ തുടങ്ങി. ഇത്തരം വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ശേഷിക്കുറവല്ല, പരമ്പരാഗത സങ്കല്പങ്ങളിൽ നിന്നുള്ള വിഭിന്നമായ ശേഷികളാണ് ഉള്ളത് എന്നതാണ് ഈ ആശയത്തിന്റെ കാതൽ. ഡിസേബിലിറ്റി എന്ന ഇംഗ്ലീഷ് പദം അന്താരാഷ്ട്ര കൺവെൻഷനുകളിലൂടെയും വിവിധ ആശയഘടകങ്ങളിലൂടെയും വിപുലമായ അർത്ഥം കൈവരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ വൈകല്യനിത രംഗത്തെ ഡിഫറൻ്റലി ഏബിൾ എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ ഡിസേബിലിറ്റി എന്ന ആശയത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന പദങ്ങളുമില്ല. എന്നിരുന്നാലും ലഭ്യമായതിൽ വെച്ച് ഏറ്റവും അനുയോജ്യമായ പദമാണ് ഡിസേബിലിറ്റി എന്നുള്ളത്. ഭിന്നശേഷിക്ക് കാരണമാകുന്ന അവസ്ഥകളെ പലതായി വർഗീകരിക്കാം. വൈദ്യശാസ്ത്ര കാഴ്ചപ്പാടിൽ ഭിന്നശേഷിക്ക് കാരണമാകുന്ന വൈകല്യങ്ങൾ, ഹാനികൾ എന്നിവ ജന്മസിദ്ധമോ ജനിതകമോ ആവാം. എന്നാൽ ഭിന്നശേഷിയുടെ സാമൂഹിക മാതൃക അനുസരിച്ച് ഒരു വ്യക്തിയുടെ പ്രത്യേകതകളും പരിമിതികളും ഉൾക്കൊള്ളുന്നതിന് സമൂഹത്തിന് കഴിയാതിരിക്കുന്ന ഏതൊരു അവസ്ഥയും വൈകല്യങ്ങൾക്ക് കാരണങ്ങളാണ്. വൈകല്യമുള്ളവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ജന്മനാ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ പരിശീലനം നൽകിക്കൊണ്ട് അവരെ സംസാരിക്കാൻ പ്രാപ്തരാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ മുഹമ്മദ് ദയാൻ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഒന്നോകുളം ഗവൺമെന്റ് ഡഫ് സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ അവിടെ വന്നതിന് ശേഷം നന്നായി സംസാരിക്കാനും പഠിക്കാനും കഴിഞ്ഞത്. ഞാൻ സ്കൂളിൽ നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പ്രസംഗത്തിൽ കുറെ സമ്മാനങ്ങൾ കിട്ടി. താങ്ക് യു. ഞാൻ മുഹമ്മദ് സയാൻ്റെ ഉമ്മയാണ്. എൻ്റെ മകൻ അവിടെ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗവൺമെൻറ് ബദിര എന്ന വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്.
എൻ്റെ മകനെ അവിടെ 1-ാം ക്ലാസ് മുതലാണ് ഞാൻ ചേർത്തത്. അതിന് മുന്നേ LKG UKG ഒക്കെ സാധാ ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ പഠനം കൊടുത്തു. പക്ഷെ അതിലൊന്നും മോൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. ഈ ബദിര ഗവൺമെൻറ് സ്കൂളിൽ കൊടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മോൾക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായി സംസാരിക്കുവാനും പഠിക്കുവാനും അതുപോലെ തന്നെ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് നിരവധി സമ്മാനങ്ങൾ എൻ്റെ മകൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട് എനിക്ക് അവിടുത്തെ അധ്യാപകരോട്. ഇതുവരെ പ്രയത്നിച്ച എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാനൊരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. വൈകല്യമുള്ളവരെ ഡിസേബിൾഡ് പീപ്പിൾ എന്ന് കാണുന്നതിന് പകരം ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്ന് കാണാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്.